ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ പ്രൈസ് ഹൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യം നെം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൽ നിന്ന് തുടങ്ങാം. നെം അല്ലെങ്കിൽ സെം എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ നേരത്തെ വീഡിയോ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 0.010 അല്ലെങ്കിൽ 0.013 നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ലോങ് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം $1 അല്ലെങ്കിൽ 0.80 വരെ ടാർഗറ്റ് ഞാൻ മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബൈനാൻസ് എക്സ്ചേഞ്ചിലുണ്ട്. വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇന്നലെ ഏകദേശം പുതിയൊരു ഹൈയിലോട്ട് പോയിട്ടുണ്ട്. ഒറ്റ ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം 63,400 നിന്നും 67,300, ഏകദേശം $4,000 ഒരു ഹൈയിലോട്ടാണ് പോയിട്ടുള്ളത്. നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസരം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ട്രേഡേഴ്സ് ആണെങ്കിൽ സ്കാൽപ്പ് ചെയ്യുക, വോളിയം കൂടുതലുള്ള ടൈം. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈയിലോട്ട് പോയിട്ട് ഇപ്പം ഡൗൺ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇത് ഡേഞ്ചർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. കാരണം ഗോൾഡിൻ്റെ പ്രൈസ് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ക്രാഷിലോട്ട് 2,400 നിന്ന് 2,300 വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസും ക്രാഷിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വൈസ് ആണ് നിൽക്കുന്നതെങ്കിൽ വിഷയമൊന്നുമില്ല. നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസും പുതിയൊരു ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും പുതിയൊരു ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. XRP എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് 0.40 വേണമെങ്കിൽ വന്ന് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.63 പോയിട്ട് വീണ്ടും 0.55 പോയിട്ട് വീണ്ടും 0.59 റേഞ്ചാണ് ഇപ്പോൾ നമ്മുടെ XRPയുടെ പ്രൈസ് നിൽക്കുന്നത്. കാർഡിനെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. ബെസ്റ്റായിട്ട് ബൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന വേറൊരു കാര്യമാണ്, നമുക്ക് ഹൈ ആയിരുന്നാലും ലോ ആയിരുന്നാലും വിഷയമില്ല. കാരണം ഹൈ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്തിട്ടുള്ള എല്ലാ പ്രോജക്റ്റും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഡൗൺ ആയിക്കഴിഞ്ഞാൽ പുതിയ ബൈ കിട്ടുന്നതായിരിക്കും. ബൈ പ്ലേസ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. വെർജ് ഞാൻ നേരത്തെയുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.0035 താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ലോങ് ടൈം ഹോൾഡ് ചെയ്യാം. EOSും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.50 വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോഗിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.10 നിങ്ങൾക്ക് ലോങ് ടൈം ഫോക്കസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡോഗി ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. $1 മുകളിൽ വരെ ഞാൻ സെൽ ടാർഗറ്റ് എൻ്റെ ഒരു മാർക്കറ്റ് അനാലിസിസിൽ ഞാൻ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ഡോട്ടും ഏകദേശം സെയിം തന്നെയാണ്. $5 ബൈ കിട്ടിയിട്ടുള്ളവർ ലോങ് ടൈമിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുക. ഇനി അടുത്ത് നമ്മുടെ MXC ടോക്കൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 0.80 $1 റേഞ്ചിലൊക്കെ ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം MXC ടോക്കൺ ഒരു $6 മുകളിൽ പോയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇപ്പോഴത്തെ ഒരു പ്രൈസ് കണ്ടീഷൻ അനുസരിച്ച് $3.5 റേഞ്ചാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ലോങ് ടൈം വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സിലിക്കയും അങ്ങനെ തന്നെയാണ്, ഡൗൺ തന്നെയാണ്. ബാറ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റും സിലിക്കയും നിങ്ങൾക്ക് ലോങ് ടൈമിന് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇനി അയോട്ട എന്ന് പറയുന്ന പ്രോജക്റ്റ് 0.15 ഞാൻ വീണ്ടും ബൈ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ലോങ് ടൈമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക. $1 വരെ വേണമെങ്കിൽ അയോട്ട പോകാം. ഇനി ഫയൽ ടോക്കണും അങ്ങനെ തന്നെയാണ്. $4 ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം $50 to $100 വരെ നിങ്ങൾക്ക് ഫയൽ ടോക്കൺ വേണമെങ്കിൽ ലോങ് ടൈം വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത് മാറ്റിക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.53 ആണ്. ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ബൈ ചെയ്യാം. മാറ്റിക് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. $4 to $5 വരെ വേണമെങ്കിൽ മാറ്റിക്ക് പോകാം. ഓക്കെ, ഇനി അടുത്ത് CSPRും ഡൗൺ തന്നെയാണ്. ലോങ് ടൈം മാത്രം ഫോക്കസ് ചെയ്യുക. അടുത്ത് ഗല ടോക്കൺ ഞാൻ മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗല എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ചിൽ ഡൗൺ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ ലോങ് ടൈം വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാം. ഇനി അടുത്ത് ഗേറ്റ് ടോക്കൺ റിസ്ക് ആണ്. ഗേറ്റ് ടോക്കൺ ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് ഏകദേശം ഒരു $3.5 ഒക്കെ ഞാൻ പറഞ്ഞതാണ്. കണ്ടോ, $3.5 നിന്ന് ഏകദേശം 11 പോയിട്ട് ഇപ്പം 7.83 നിൽക്കുന്നത്. അതുകൊണ്ട് ബൈ ചെയ്ത് ഇനി സെല്ല് ചെയ്യാത്തവരാണെങ്കിൽ ഹോൾഡ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ഗേറ്റ് ടോക്കൺ എന്ന് പറയുന്നത് ലോങ് ടൈമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക. അതിൽ നിന്ന് കൂടുതൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള പ്രോജക്റ്റാണ്. ഇനി അടുത്ത് CTയും ഏകദേശം ഹൈ ട്രെൻഡിൽ തന്നെയാണ്. 0.066 ആണ്. ഏകദേശം $0.5 വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.50 വരെ ലോങ് ടൈം CET ആണെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് ബൈ ചെയ്യുന്നത് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ റിസ്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആണ്. കാരണം മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ വീണ്ടും
ഡൗണിലോട്ട് വീഴുന്നതായിരിക്കും. 0.025 ഡൗണിലോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക. ഇനി അടുത്ത് കൂടുതൽ പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നതായിരിക്കും. മെമി പ്രോജക്റ്റിനെ കുറിച്ച് സ്പെഷ്യലായിട്ട് 2-3 പ്രോജക്റ്റ് ഉണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ. അതുവരെ വെയിറ്റ് ചെയ്യുക.